എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒരു PWM ചാർജ് കൺട്രോളറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ MPPT ചാർജ് കൺട്രോളർ നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമ്മളിവിടെ ചെറിയൊരു ബാറ്ററിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു DC സോളാർ സെറ്റപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വില കുറഞ്ഞിട്ടുള്ള ഒരു ചാർജ് ചെയ്യുന്ന ഒരു ചാർജ് കൺട്രോളറിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പാനലിൽ നിന്ന് വയർ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാനലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 22 വോൾട്ടിന് മുകളിലാണ്. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് ലൂം സോളാറിൻ്റെ 10 വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലാണ്. നമുക്ക് ഇനി ഈ സോളാർ പാനലിൽ നിന്ന് നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നു എന്നത് നോക്കാം. 23.2 വോൾട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിനിമം ഒരു 2.5ൻ്റെ വയറെങ്കിലും ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വോൾട്ടേജ് ആംപിയർ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചെറിയ പാനലൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ആംപിയറും ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ 10 വാട്ടിൻ്റെ പാനലായതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ഒരു ആംപിയറാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പലർക്കും ഈ ആംപിയർ പാനലിൽ ചെക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാനിങ്ങനെയാണ് ചെറിയ പാനലിൻ്റെയൊക്കെ ആംപിയർ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചാർജ് കൺട്രോളിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ബാറ്ററിയാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററിയുടെ ഒരു പിക്ചർ നമ്മുടെ ചാർജ് കൺട്രോളറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാറ്ററിയിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഒന്നാം ഘട്ടം തീരുകയാണ്. ബാറ്ററിയും ചാർജ് കൺട്രോളും ഏകദേശം അടുത്തായിട്ട് വയ്ക്കുക. വയറിൻ്റെ നീളം പരമാവധി കുറയ്ക്കുക. അപ്പോൾ ചാർജ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കയറും. അതുപോലെ നമ്മൾ ബാറ്ററിയിലേക്കുള്ള ഇത് നല്ല ടൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് സെറ്റപ്പ് ചെയ്തേക്കാണ്. അതിലാണ്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ടൈറ്റായിട്ട് കണക്ട് ചെയ്യണം. അന്നേരമാണ് ചാർജ് കയറുള്ളൂ. ഇനിയാണ് നമ്മൾ സോളാർ പാനലിൽ നിന്നുള്ള വയർ എടുത്ത് കൊടുക്കേണ്ടത്. അതും പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ഇടുക. പാനലിൻ്റെ ഒരു പടം ചാർജ് കൺട്രോളിൻ്റെ കണക്ട് ചെയ്യേണ്ട ഭാഗത്തുണ്ട്. അത് നോക്കി കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പലതരം നമ്മുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും മിനിമം വോൾട്ടേജും മാക്സിമം വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ബട്ടൺസൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പാനൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കിയിട്ട് കണക്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളത്. ആർക്കും ഈസി ആയിട്ട് ചെയ്യാം. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാറ്ററി ചാർജിങ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പടം കാണിച്ചിട്ടുണ്ട് ഒരു സോളാർ പാനലിൻ്റെ. അതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്ത് തുടങ്ങി എന്നാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് DC ലോഡ് എടുത്തിട്ട് DC ഫാനും DC ലൈറ്റൊക്കെ നമുക്ക് കത്തിക്കാം. ഈ ഒരു ചാർജ് കൺട്രോളർ നമ്മൾ യൂസ് ചെയ്താൽ ഇതിൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഫുള്ള് തീരുന്നേക്കാൾ മുമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പവർ ഓഫ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഇതിപ്പോൾ നമ്മുടെ SMF ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി മോഡ് 2 ഇട്ടേക്കാണ്. അത് ഓരോ ബാറ്ററി അനുസരിച്ച് മാറ്റമുണ്ട്. അത് ഓരോ ചാർജ് കൺട്രോളും കമ്പനി പല രീതിയിലായിരിക്കും ബാറ്ററിയുടെ ഏത് ബാറ്ററിയാണ് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തതാണ്. ലൂമിനസിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ജമ്പർ പോലത്തെ ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ബാറ്ററിയുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും കണക്ട് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ വ്യൂവർഷിപ്പൊക്കെ തീരെ കുറവാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ ലൂമിനസിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറഞ്ഞുതരാം.